നാടിനെ നടുക്കിയ സുനാമി ദുരന്തത്തിന് 21 വയസ്സ് പൂർത്തിയാവും. 2004 ഡിസംബർ 26-നാണ് രാക്ഷസ തിരമാലകൾ കരയെ വിഴുങ്ങിയത്. ലോകത്താകെ 2.5 ലക്ഷത്തോളം ജീവനുകളാണ് ദുരന്തത്തിൽ പൊലിഞ്ഞത്. അടുക്കുന്ന ഓർമ്മകളുമായി ഇന്നും തീരദേശവാസികൾ കഴിയും. ലോകത്തെ വിറപ്പിച്ച സുനാമി ദുരന്തത്തിന് 21 വർഷം തികയുന്നു. 2004 ഡിസംബർ 6-ന്റെ ആ കറുത്ത ദിനം ഇന്നും തീരദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ അതിശക്തമായ ഭൂചലനമാണ് മഹാദുരന്തത്തിന് വഴിയൊരുക്കിയത്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ജീവനുകളാണ് അന്ന് സുനാമിയിൽ പൊലിഞ്ഞത്. റിക്ടർ സ്കെയിലിൽ 9.1 മുതൽ 9.3 വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ലോകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച മൂന്നാമത്തെ വലിയ ഭൂചലനമായിരുന്നു. 14 രാജ്യങ്ങളിലായി 2,30,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. ചിലയിടങ്ങളിൽ 30 മീറ്റർ അടി വരെ ഉയരത്തിലാണ് തിരമാലകൾ കരയിലേക്ക് ഇരച്ചു കയറിയത്. ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഇന്ത്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിലായിരുന്നു സുനാമി ദുരന്തം ഏറ്റവും കൂടുതൽ ദുരന്തം വിതച്ചത്. കേരളത്തിൽ ഏകദേശം 174 പേർ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു. കൊല്ലം ജില്ലയിലെ ആലപ്പാട്, ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ, അന്തകാനഴി എന്നീ പ്രദേശങ്ങളിലും വലിയ നാശം സംഭവിച്ചു. ആയിരക്കണക്കിന് വീടുകൾ തകർന്നു. ജനങ്ങളുടെ ഉപജീവന മാർഗമായ വള്ളങ്ങളും വലകളും കടലെടുത്തു. ഈ ദുരന്തത്തിന് ശേഷം കടൽ തീരങ്ങളിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നിലവിൽ വന്നു. ഇന്ത്യൻ സുനാമി മുൻകരുതൽ കേന്ദ്രം ഹൈദരാബാദിൽ 2007 സ്ഥാപിച്ചു. ഇത് സമുദ്രത്തിലെ ചലനങ്ങൾ നിരീക്ഷിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു. തിരമാലകളുടെ വേഗത കുറയ്ക്കാൻ കണ്ടൽക്കാടുകൾക്ക് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞതോടെ അവ സംരക്ഷിക്കാനുള്ള നടപടികളും ഊർജിതമാക്കി. ദുരന്തം കഴിഞ്ഞിട്ട് 21 വർഷം പിന്നിടുന്നു. തീരദേശവാസികൾ ഇന്നും ആശങ്കയുടെ നടുവിലാണ് കഴിയുന്നത്.